ബോഡി ബിൽഡർമാരുടെ പോലീസ് ഇൻസ്പെക്ടർ നിയമനത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈക്കോടതി. എന്തിനാണ് ശാരീരിക ക്ഷമതാ പരീക്ഷ നടത്തിയതെന്നും കോടതി ചോദിച്ചു. ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്തയാൾക്കും പരാജയപ്പെട്ടയാൾക്കും നിയമനം നൽകിയതിലായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. തീരുമാനം മന്ത്രിസഭയുടേതല്ലെങ്കിൽ ഗുരുതര വീഴ്ചയുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ രേഷ്മ ബാബുവാണ് ചേരുന്നത്. രേഷ്മ, ചീഫ് സെക്രട്ടറിയെ ഹൈക്കോടതി എടുത്ത് കുടഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു ആംഡ് പോലീസിലേക്ക്, സായുധ സേനയിലേക്ക് എങ്ങനെയാണ് ഫിസിക്കൽ ടെസ്റ്റ് പോലും പാസ്സാകാത്തയാളെ നിയമിക്കാൻ കഴിയുന്നതെന്നുള്ള സുപ്രധാനമായ ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്, അല്ലേ രേഷ്മ? അതെ ആതിര, അതായത് ബോഡി ബിൽഡർമാരായിട്ടുള്ള ചിത്തരേഷ് നടേശനെയും അതോടൊപ്പം തന്നെ ഷിനു ചൊവ്വയും നേരത്തെ ആംഡ് പോലീസിൽ ഇൻസ്പെക്ടർമാരായിട്ട് നിയമിച്ചിരുന്നു. അതിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിച്ച ഘട്ടത്തിലാണ് സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചത്. അതായത് ശാരീരിക ക്ഷമതാ പരീക്ഷയിൽ പങ്കെടുക്കാത്തയാൾക്കും ആ പരീക്ഷയിൽ പരാജയപ്പെട്ടയാൾക്കും എങ്ങനെയാണ് നിയമനം നൽകിയത്? അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ ഒരു ശാരീരിക ക്ഷമതാ പരീക്ഷ നടത്തിയെന്നുള്ളൊരു ചോദ്യമായിരുന്നു ജസ്റ്റിസ് എ ബദറുദ്ദീൻ സർക്കാരിനോടായിട്ട് ചോദിച്ചത്. മാത്രമല്ല, ഈ ചട്ടങ്ങളിൽ ഇളവ് നൽകാനായിട്ട് മന്ത്രിസഭയാണോ തീരുമാനമെടുത്തത്? അതോടൊപ്പം തന്നെ ഈ പറയുന്ന 2 ബോഡി ബിൽഡർമാരെയും നിയമിക്കണമെന്നുള്ളൊരു തീരുമാനം എടുത്തത് മന്ത്രിസഭയാണോ എന്നുള്ള ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ 2 തീരുമാനവും മന്ത്രിസഭയുടേതല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും ആ നടപടികളിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇന്നൊരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അതിൽ പറയുന്നത് ചട്ടവിരുദ്ധതയൊന്നുമില്ല, പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് സത്യവാങ്മൂലത്തിലൂടെ സംസ്ഥാന സർക്കാർ വ്യക്തമാണ്. എന്തായാലും ഹൈക്കോടതി വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരള പോലീസിന്റെ ആംഡ് ഫോഴ്സിലേക്ക് ഫിസിക്കൽ ടെസ്റ്റ് പോലും പാസ്സാകാത്ത ആൾക്കാരെ നിയമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണിത് സാധിക്കുന്നത്?